ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ അബുദാബിയിൽ പോയി നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് കളയാൻ അങ്ങോട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞാനിപ്പോൾ പോയിട്ടൊരു 5-6-7 മാസമായിട്ടുണ്ടാവും കേട്ടോ. ആദ്യക്കുട്ടനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, അവൻ കമന്ന് തുടങ്ങിയുള്ളൂ. ആ ഒരു ടൈമാണ്. സമയമില്ല, കഴിക്കുന്നതിൻ്റെ തിരക്കില്ല. എന്താ കഴിക്കണേ? ഭാര്യ ഉണ്ടാക്കിയ മസാല ദോശ എങ്ങനെയുണ്ട്? ആരുടെ ഭാര്യ ഉണ്ടാക്കിയ മസാല ദോശ നല്ല ടേസ്റ്റ്. അവിടെ ചെന്നാൽ പിന്നെ രാത്രിയും പകലൊക്കെ ഒരേപോലെ കാണുമല്ലോ. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഏതാണ്ട് 10 മണി എങ്ങാണ്ടായി, ചേട്ടൻ ഓഫായിരുന്നു. അപ്പോൾ പിന്നെ കാപ്പി എങ്ങാണ്ടോ പുറത്തുനിന്ന് പറഞ്ഞേക്കുമായിരുന്നു. അതാണ് വെല്ലുവിൻ്റെ ഭാര്യ വെച്ചാണ് പിന്നെ പറഞ്ഞ് കളിയാക്കണത്. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടനൊന്ന് കടയിൽ പോയായിരുന്നു. അന്നേരപ്പം ഞാൻ നിലത്ത് കിടത്തിയിട്ട് മറ്റേ കുറുമ്പുല്ലല്ലേ, ഓരോടത്തും ഓരോ രീതിയിൽ പറയും. ചിലർ പറയും മുത്താര എന്ന് പറയും, കുറുമ്പുല്ലെന്ന് പറയും, റാഗി എന്ന് പറയും. നമ്മളെ അവിടെ കുറുമ്പുല്ലെന്ന് പറയാം, കുറുമ്പുല്ലിൻ്റെ കുറുക്കെന്നാണ് പറയല്. അപ്പം ഞാൻ അത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇവനങ്ങനെ പൊടി മേടിച്ച് കൊടുത്തിട്ടില്ല, എപ്പോഴും തന്നെ ഇങ്ങനെ അരച്ചിട്ട് അങ്ങനെ കൊടുക്കാറാണ് ചെയ്യൽ. പിന്നെ കുറച്ച് പനക്കൽക്കണ്ടും കൂടെ ഇടും ഇതിൻ്റെ അകത്തേക്ക്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നെയ്യൊക്കെ ചേർക്കാൻ തുടങ്ങിയായിരുന്നു. ഇതിപ്പോൾ അവൻ ഇരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊതിയാവുന്നു. ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു വിഷമവും വരുന്നുണ്ട്. കാരണം ഞാനും ചേട്ടനും കൊച്ചും കൂടെ അങ്ങനെ അങ്ങ് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് കുറുക്ക് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആശാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ശരിക്കും എത്ര പെട്ടെന്ന് നല്ല സമയം പോണത്. അവൻ ഇന്നലെ ഉണ്ടായ പോലെ തന്നെ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ 1 വയസ്സ് കഴിഞ്ഞ് ഓടി നടക്കണ ആൾ. ഇതിനിടയ്ക്ക് ഞാൻ മീൻകറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് വൈകിട്ട് നമ്മൾ ഒരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ മാളിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണില്ല. സെൻട്രൽ സ്ക്വയർ മാൾ എന്നൊക്കെയാണ് വായിൽ വരണത്. എന്തായിരുന്നാവോ, മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മറവിയുണ്ടോ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? എനിക്ക് ഭയങ്കര മറവിയാണ്. അല്ലേ തന്നെ ബുദ്ധിയും ബോധമില്ലായിരുന്നു, ഇപ്പം മറവിയും കൂടെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശില്പയുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ, അങ്ങോട്ടേക്ക് പോയി. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ ഗുഡ് നൈറ്റ് ഇങ്ങനെ. ബൈ ബൈ. എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ബൈ.